നമസ്കാരം. രാജ്യത്തെ ഏറ്റവും വലിയ കർഷക സ്നേഹി ആര് എന്ന ചോദ്യത്തിന് രാജ്യം നൽകുന്ന ഒരേ ഒരു പേരായിരിക്കും കങ്കണ റണാവത്ത്. അതെ, MP കങ്കണ റണാവത്ത്. എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു ചോദിച്ചാൽ കർഷകരോട് ഈയിടെയായിട്ട് ഭയങ്കര സ്നേഹമാണ് പുള്ളിക്കാരിക്ക്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ കർഷകരുടെ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ച കുറേ നിയമങ്ങൾ തിരികെ കൊണ്ടുവരണം, അല്ലേ? കർഷകരോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്, കർഷകരോട് അവരുടെ നന്മയെ കരുതിയാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് കർഷകരെല്ലാവരും തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ നിയമം നിർത്തലാക്കിയ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പിൻവലിച്ച ആ നിയമം തിരിച്ചു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കർഷക സ്നേഹിതയാണ് നമ്മുടെ കങ്കണ റണാവത്ത്. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് കങ്കണ റണാവത്ത് കർഷകരെ വാനോളം പുകഴ്ത്തുകയുണ്ടായി. അതായത് നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഒരു വലിയ പ്രശ്നം നടന്നു. അവിടുത്തെ ഒരു സിവിലിയൻ വാർ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലൊരു വലിയ റൈറ്റ്, ഒരു കലാപം അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞത് നമ്മുടെ BJP സർക്കാരിൻ്റെ സമയോചിതമായ ഇടപെടൽ കാരണം, അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ ഒരു സ്ഥിരചിത്തത, ഇതൊക്കെ കൊണ്ട് മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ഇതുപോലത്തെ ഒരു സംഭവം നടക്കാതിരുന്നത്. ഓക്കെ, സംഭവം ശരിയാണ്, സർക്കാരിൻ്റെ സ്ഥിരചിത്തത കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടെ സർക്കാരിനെതിരായ ഒരു പ്രക്ഷോഭം ഉണ്ടാകാഞ്ഞത്. ഇനി പറയാനുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ സ്ഥിരചിത്തത കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കർഷകർ ഇതിലും ഭീകരമായ രീതിയിൽ നമ്മുടെ രാജ്യത്ത് അരാജകത്വം, അങ്ങനെ ആ വാക്ക് തന്നെയാണ്, അരാജകത്വം നടപ്പിലാക്കിയേനെ. എന്ന് വെച്ചാൽ നമുക്കറിയാം, കർഷക നിയമങ്ങൾ, ഇവിടുത്തെ കോർപ്പറേറ്റ് ഭീമന്മാർ വളരാൻ വേണ്ടി കർഷക നിയമങ്ങൾ കൊണ്ടുവന്നു. ആ കർഷക നിയമങ്ങൾക്കെതിരെ ഡൽഹിയിലും അടക്കമുള്ള പല പ്രദേശങ്ങളിലും ഡൽഹി ചലോ എന്നുള്ള പേരിൽ നമ്മുടെ നാട്ടിലെ കർഷകർ വളരെ കാര്യക്ഷമമായ അല്ലെങ്കിൽ ശക്തമായ സമരം നടത്തുകയുണ്ടായി. അത്തരം സമരങ്ങളിൽ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് ആ സംഭവത്തെക്കുറിച്ച്, കർഷകർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരത്തെക്കുറിച്ച് കങ്കണ റണാവത്ത് കലാപം എന്നാണ് പറഞ്ഞത്. രാജ്യത്ത് അവർ അരാജകത്വം സൃഷ്ടിച്ചേനെ, അവിടെ സ്ത്രീകളെ കെട്ടിത്തൂക്കിയേനെ. ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ പറയുന്നതിൻ്റെ ഒരു വലിപ്പം എത്രത്തോളമാണെന്ന്. അതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്ന കർഷകരോടുള്ള അമിതമായ സ്നേഹത്തെക്കുറിച്ചും വാത്സല്യത്തെക്കുറിച്ചും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിനുശേഷം പറഞ്ഞത്, കർഷകർക്ക് 100 രൂപ, വെറും 100 രൂപ കൊടുത്താൽ രാജ്യത്ത് എന്തും ചെയ്യുന്ന നിലയിലേക്ക് കർഷകർ അധപ്പതിച്ചു പോയി, ആ നിലയിലാണ് കർഷകർ എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിൽ കങ്കണ റണാവത്ത് പല പൊതുവേദികളിലും സംസാരിക്കുകയുണ്ടായി. അത് വലിയ വിവാദമായി. ഇവിടുത്തെ കിസാൻ സഭ അത് കാര്യങ്ങൾ ഏറ്റെടുത്തു. സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്ത് കങ്കണ റണാവത്തിനെതിരെ കേസെടുക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്തു. ഈ 100 രൂപ പരാമർശം നമുക്കറിയാം, ഒരു CASF ഒരു സ്ത്രീ കങ്കണ റണാവത്തിൻ്റെ ചെകിട്ടത്തടിച്ചത് കങ്കണ റണാവത്ത് അങ്ങ് മറന്നുപോയിന്ന് തോന്നി. ഇപ്പം പുതിയ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, അന്ന് അടിച്ചത് അതിനു വേണ്ടിയാണ്. 100 രൂപ വാങ്ങി സമരത്തിന് പോകുന്നവരാണ് ഈ രാജ്യത്തെ കർഷകർ എന്ന് അവരെ അടച്ചാക്ഷേപിച്ചു. അതിനുള്ള മറുപടിയായിട്ടാണ് കങ്കണ റണാവത്തിനെ ഒരിടത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് അടിച്ചത്. ചെവിക്കലിനാണ് അടിച്ചത്, അതായത് കരണം പൊളക്കെ അടിച്ചു എന്ന് പറയും. ആ രീതിയിൽ തല്ലുകൊടുത്തു. എന്നിട്ടും കങ്കണ റണാവത്ത് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ കിസാൻ സഭയും കിസാൻ മോർച്ചയും ഒക്കെ കങ്കണ റണാവത്തിനെതിരെ രംഗത്തേക്ക് വന്നു. അവരെല്ലാം വലിയ ശക്തമായ പ്രതിഷേധങ്ങൾ, ഈ വാക്കുകൾക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തി. അവർ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ അങ്ങനെ അവരൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അല്ലെ, കൃഷിയെ വിഴുങ്ങുന്ന അംബാനിയെയും അദാനിമാരെയും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കാൽ കീഴിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടി കങ്കണ റണാവത്തിനെ പോലുള്ള ആളുകൾ ഏതറ്റം വരെയും പോകും എന്നാണ് പറഞ്ഞത്. അവരതിന് നടത്തിയ വിമർശനം അങ്ങനെയായിരുന്നു. ഇവിടുത്തെ രാജ്യത്തെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കാൽച്ചുവട്ടിലേക്ക് കർഷകരെ മുഴുവൻ കൊണ്ടെത്തിക്കുക, അവരുടെ അധ്വാനത്തെ മുഴുവൻ അവർ വിലയില്ലാത്ത രീതിയിൽ അവരുടെ കാൽച്ചുവട്ടിലേക്ക് കൊണ്ടെത്തിക്കുക, ഇതായിരുന്നു കങ്കണ റണാവത്ത് സ്വപ്നം കണ്ട മഹനീയമായ രാജ്യം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സംഭവം വേറൊന്നുമല്ല, പിന്നീട് ഇതൊരു വലിയ വിവാദമായി. രാജ്യത്തെ കർഷകർ മുഴുവൻ ഇത് ഏറ്റെടുത്തു. ഒരുപാട് വിമർശനങ്ങൾ നാനാഭാഗത്തു നിന്നും ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യം എത്തിയപ്പോൾ കങ്കണ റണാവത്തിനെ ഒരു മൂക്കുകയറിടാൻ തന്നെ BJP തീരുമാനിച്ചു. അന്ന് പറഞ്ഞു, BJP പറഞ്ഞു, ഞങ്ങളുടെ ആരുടെയും പറച്ചിലൊന്നും അല്ല, ഇത് കങ്കണ റണാവത്ത് പറയുന്നതാണ്, ഇതൊന്നും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഈ കങ്കണ റണാവത്തിനെ ഇങ്ങനെ കയറൂരി വിടുന്നത്?
ഇങ്ങനെയൊക്കെ പറയുമെന്നറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് കങ്കണ റണാവത്തിനെ ഇങ്ങനെ തുടലഴിച്ച് വിടുന്നത്? സത്യത്തിൽ അവരങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിൽ മറ്റൊന്നുമല്ല, അതിനകത്തൊരു രാഷ്ട്രീയം, ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതിനകത്തുണ്ട്. അതായത് BJP ഈ വാക്കുകളെല്ലാം നിഷേധിച്ചതിന് പിന്നിൽ ഇത് ഞങ്ങളാരും പറഞ്ഞിട്ട് പറയുന്നതല്ല എന്നുള്ള രീതിയിൽ ഇപ്പം പുതിയ പ്രസ്താവന പറഞ്ഞല്ലോ, കർഷകരോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ആവശ്യപ്പെടണം കേന്ദ്ര സർക്കാരിനോട്. എന്താവശ്യപ്പെടണം? നിർത്തലാക്കിയ നിയമങ്ങളൊക്കെ തിരികെ കൊണ്ടുവരണം എന്നാവശ്യപ്പെടണം. അപ്പം ഗൗരവ് ഭാട്ടിയ എന്ന് പറയുന്ന BJPയുടെ ദേശീയ വക്താവ് പറഞ്ഞു, അയ്യോ ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, ഇത് കങ്കണയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമേ ഇല്ല. ആദ്യത്തെ തവണ വാണിംഗ് കൊടുത്ത സമയത്തും താക്കീത് ചെയ്ത സമയത്തും കങ്കണയോട് പറയണം, ഇനി മേലാൽ വാ തുറന്ന് പോകരുത്, ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ ഇനി മേലാൽ ഒരു പൊതുമധ്യത്തിൽ നിന്ന് വിളിച്ചു പറയരുത് എന്ന് പറയാനുള്ള ചങ്കുറപ്പ് എന്തുകൊണ്ട് BJP കാണിച്ചില്ല? അതിന് പകരം ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞ് തിരുത്തുകയാണ്. ഇതൊരു നാടകം പോലെയാണ് തോന്നുന്നത്. ഒരു ഭാഗത്ത് കുറേ പരിചയസമ്പന്നരല്ലാത്ത ഇതുപോലെ നൂലിൽ കെട്ടിയിറക്കിയ കുറേ BJP നേതാക്കന്മാരും MP-മാരും ഒക്കെ കയറിയിരുന്നുകൊണ്ട് എന്തെങ്കിലും വിഡ്ഢിത്തം വിളിച്ചു പറയും, എന്നിട്ട് അടുത്ത ദിവസം തിരുത്തും. ആര് തിരുത്തുന്നു? BJPയിലെ വക്താക്കന്മാർ തിരുത്തുന്നു. അങ്ങനെ തിരുത്തി കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരികയല്ലേ, BJP എത്ര മഹനീയമായ പാർട്ടിയാണ്, നമ്മുടെ കേന്ദ്ര സർക്കാർ എത്ര മഹത്തരമാണ്, അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടില്ലേ, നമ്മളെ സംരക്ഷിക്കുന്നത് കണ്ടില്ലേ എന്നുള്ളൊരു സ്വാഭാവിക ചിന്ത ജനങ്ങളുടെ മനസ്സിൽ വളർത്താനുള്ള ഒരു കുടില ശ്രമം അതുതന്നെയാണ് ഇവിടെ നടക്കാൻ വന്നത്. കാര്യം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ജമ്മു കാശ്മീരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു, ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഹരിയാന ഏകദേശം പിടിവിട്ട മട്ടാണ്, മഹാരാഷ്ട്രയും പിടിവിട്ട മട്ടാണ്. എല്ലാ അർത്ഥത്തിലും ജമ്മു കാശ്മീരിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോഴറിയാം ജമ്മു കാശ്മീരിലും BJPക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ നടത്തുന്ന ചില നാടകങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കങ്കണ റണാവത്ത് എന്ന് പറയുന്ന ഈ ഒരു MPയെ BJP കളത്തിലിറക്കിയിരിക്കുന്നത്. ഇവിടെ ഏതോ ഒരു സമുദായത്തെക്കുറിച്ച് മോശമായി പരാമർശിച്ചതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം വരെ നഷ്ടപ്പെടുത്തിയ വലിയ വലിയ രാജാക്കന്മാരുള്ള സ്ഥലമാണ് ഇന്ദ്രപ്രസ്ഥം, അതായത് ന്യൂഡൽഹി. MP സ്ഥാനം നഷ്ടപ്പെടുത്തി. ഒരു സമുദായത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു പോയതിനകത്ത് എവിടെയോ ചെറിയ ഒരു പിശക് കണ്ടെത്തിയതിനെ തുടർന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഈ രാജ്യത്ത് ഇത്രയും ഒരു വലിയ ബഹുഭൂരിപക്ഷം വരുന്ന കർഷകരെ അടച്ചാക്ഷേപിക്കുന്ന കങ്കണ റണാവത്തിനെതിരെ എന്തുകൊണ്ടാണ് ഒരു നടപടിയും ഉണ്ടാകാത്തത്? അപ്പം ഈ കങ്കണ റണാവത്തിനെ കൊണ്ട് പറയിക്കുകയും പിന്നീട് BJP മാറ്റിപ്പറയുകയും ചെയ്യുന്ന ഈ ഒരു നയം മാറ്റിയേ പറ്റൂ. ഒന്നുകിൽ കങ്കണ റണാവത്തിനെ ഒഴിവാക്കി നിർത്തുക BJPയിൽ നിന്ന്, ഇമാതിരി വർത്തമാനം പറഞ്ഞുകൊണ്ട് രാജ്യത്തെ കർഷകരെയും അധ്വാനിക്കുന്ന വർഗത്തെയും ഒക്കെ അടച്ചാക്ഷേപിക്കുന്ന ഇവരെ മാറ്റി നിർത്തുക. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിരുത്തലുകൾ കൊണ്ടുവന്നിട്ട് മറ്റുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.